നമ്മുടെ മാച്ചാറമ്പിൽ പാട്ടത്തിൽ കുടുംബക്കാർ മാലു കുടുംബത്തോട് ചെയ്യുന്നത് വളരെ വളരെ ദ്രോഹമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ 2009 എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പ് ഞാൻ കുടുംബ പ്രസിഡന്റ് ഫാദർ പയസ് മംഗലപ്പള്ളിക്ക് നേരിട്ട് പത്തിൽ കുടുംബ നഗർ വെച്ച് നിവേദനം നൽകിയതാണ്. എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അന്ന് സ്വത്ത് വീത പ്രശ്നം 1, 2 എനിക്ക് LLB പഠിക്കാൻ വേണ്ടി പോകണം. ഇതെല്ലാം ചൂണ്ടിക്കാണി വെച്ച് ഞാനന്ന് കൊടുത്തു. എൻ്റെ ചേട്ടനന്ന് വന്നു. അത് ഞാൻ UA എക്സ്ചേഞ്ചിൽ തിരുവല്ലയിൽ YMC താമസിക്കുന്ന കാലഘട്ട എനിക്കിവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഓരോ ആഴ്ചയിലും എന്നെ പിടിച്ചു കൊണ്ടുപോകണം അങ്ങനെ ഒരു ഇതും വന്നു. അതും ഞാൻ അതിനകത്തും ആവശ്യപ്പെട്ടു. എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമമുണ്ട്. ഞാനിങ്ങനെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കാശ് ചോദിച്ചപ്പം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചേട്ടന്മാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അപ്പനെ സമ്മർദ്ദം ചെലുത്തുന്നു. ഇതെല്ലാം പരിഹരിക്കണം എന്ന് പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ ഞാൻ അതിനെ പരാതി ഇപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തു, ഈ കുടുംബത്തിലെ പ്രശ്നം തീരാൻ പ്രസിഡന്റ് ഒന്ന് നമ്മുടെ കുടുംബത്തിലെ അമ്മയുടെ മോൻ പരുത്തിക്ക മാത്തപ്പിച്ചാൻ, 2 ജോയിച്ചമ്പരപ്പൻ അത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു 10, 3 പഴയറമ്പിലെ ലൂയിസ് ചിറ്റപ്പൻ, 4 ഈരപ്പാടി മാത്തുകുട്ടി ചിറ്റപ്പൻ ചെന്നൈ. ഞാൻ അദ്ദേഹത്തെ ചെന്നൈ പേര് വെക്കുന്നതിന് മുമ്പേ ഇവരെല്ലാവരും വിളിക്കുകയും ചെയ്ത് ചെന്നൈ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, കുര്യച്ച നിൻ്റെ പ്രശ്നം തീർക്കേണ്ടത് നമ്മുടെ വാച്ചാൻ നീ കുടുംബത്തിന് അസറ്റാണ്, ഞാൻ നിൻ്റെ കാവലാണ്, ഞാൻ അതിന് വേണ്ടി വെച്ചോ, സമ്മതിക്കുവാണെങ്കിൽ ഞാൻ വരാം, നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഫ്ലൈറ്റ് പിടിച്ചാലും ഞാനവിടെ വന്ന് നിൻ്റെ ഇടപെട്ട് തീർക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് ചിറ്റപ്പം പറഞ്ഞായിരുന്നു, ചെന്നൈ വേണമെങ്കിൽ LLB പഠിക്കാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി തരാമെന്ന് പുള്ളി പറഞ്ഞു. ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ അവിടെ വെച്ച് ചേട്ടൻ വന്നു. രണ്ടാമത്തെ ചേട്ടൻ അത് സിംഗപ്പൂരിൽ നിന്ന് വന്നെന്ന് തോന്നുന്നു. അപ്പം പുള്ളി വന്നു. അവസാനം എൻ്റെ മുന്നിൽ വെച്ചാണ് അച്ഛൻ പറഞ്ഞത്, ഈരപ്പാടി മാത്തുകുട്ടി ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, പൈസച്ചൻ പറഞ്ഞ കാര്യമാണ്. 2009 ഞാൻ 2008 കൊടുത്തത്. എൻ്റെ ഡേറ്റ് എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. എന്നിട്ട് മൂന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുക, ജോയിച്ചമ്പേരപ്പോണ്ട് പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും സ്വത്തിൻ്റെ പാർട്ടീഷൻ വീതം വെപ്പം പാടില്ല, അത് വേണ്ട, പൈസച്ചൻ പറഞ്ഞ കാര്യമാണ്. 2 അത് ഞാനിപ്പോൾ ഒന്നും വേണ്ടിയില്ല, നമ്മൾ ശിശു ആണല്ലോ ഇതെല്ലാം. അത് എനിക്കിങ്ങനെ പോയി മീറ്റിംഗ് വിളിച്ചു. അത് ഇപ്പോൾ ഒരു 4 ഇതില്ല, നമ്മുടെ ഇടപ്പാടി മാത്തുപിടിച്ചിട്ടപ്പില്ല. ബാക്കി മീറ്റിംഗ് വിളിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഞാൻ വിശദമായിട്ടൊരു ഇവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ എഴുതിൻ്റെ എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോക്കറിലും വെച്ചുകൊണ്ട് ഇവിടെ കാരണം ഇവിടുന്ന് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അതും വെച്ചു. നാളെ പറയുമല്ലോ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, മറ്റേ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമല്ലോ. എന്നിട്ട് അത് മീറ്റിംഗ് വിളിച്ച് ഞാൻ പോയി. ഉച്ചയ്ക്ക് 3 മണി തൊട്ട് മീറ്റിംഗ് വിളിച്ചു. ഈ ജോയിച്ചമ്പരപ്പിനെ മീറ്റ് ചെയ്താൽ പഴയപ്പോൾ ലൂച്ചനുണ്ട്, പരുത്തിക്കൾ മാത്തപ്പിച്ചാറുണ്ട്. അന്ന് മാത്തപ്പിച്ചാറിൻ്റെ ആർട്ടിക്കിളൊക്കെ മനോപത്രത്തിൽ വന്നു. കാരണം അന്ന് സപ്ലിമെൻ്റ് അത് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ മോനാണ് മാത്തപ്പിച്ചാൻ, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ തീരുന്നു. അന്ന് വൈകുന്നേരമാണ് എന്നെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെ അന്വേഷണ റിപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല, എന്താണോ ഒരു ഇതുമില്ല, പോയി. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം 9 തവണ കൊണ്ടുപോയി. ഇപ്പം ഞാൻ വന്നു എന്നെ ഇപ്പം കഴിഞ്ഞ 2 വർഷം കേസ് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ള വിധി വന്നു. ഇപ്പം ഈ വിവാദമായ നിരവധി പോസ്റ്റിലിട്ടിട്ട് എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോകുന്നില്ല? അപ്പോൾ ഈ കൊണ്ടുപോയതെല്ലാം തെറ്റാണെന്ന് പോയി. ഇപ്പോൾ കോടതിയുടെ വന്നു. ഇവർ ഹൈക്കോടതിയിലും പോയിരിക്കുക. ഗാർഡിയൻഷിപ്പാണ് യോജിച്ചിരിക്കുന്നത്. എൻ്റെ ഗാർഡിയൻഷിപ്പാണ് യോജിച്ചിരിക്കുന്നത്. അതിനെനിക്ക് ഡൽഹിയിൽ കിടന്നപ്പം അവിടെ ഒരു മാസം 1 ലക്ഷം രൂപ കൊടുത്തു. ഒരു മാസം 3 മാസം കിടത്തിയപ്പോൾ 3 ലക്ഷം രൂപ കൊടുത്തു. ഇവിടെ മാസം തോറും ഒറ്റപ്പാലത്ത് കിടത്തിയപ്പോഴും പയങ്കുളത്ത് നടന്ന മാസം തോറും 20,000 30,000 വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 2.5 വർഷമായിട്ട് നടന്നിട്ട് എനിക്ക് തന്നോല്ലോ, എനിക്ക് ആ യുവമാരെ വല്ലതും അന്വേഷിച്ചോ? മനസ്സിലായോ? പേരിന് നിസ്സാരമായിട്ട് ഒത്തിരി സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ അടയ്ക്കുന്നല്ലാതെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചോ? എനിക്ക് കിട്ടുന്ന ആ പാട്ടക്കാശ് അത് 100 ഉള്ള മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും എല്ലാം പരാതി കൊടുത്ത് എനിക്ക് കിട്ടുന്ന 1,15,000 രൂപ പാട്ടക്കാശ് കിട്ടിയത് തന്നെ 75,000 രൂപ അത് സമയത്തും കിട്ടിയില്ല. അതാണ് ഞാൻ വടക്കേ അങ്ങാടി സൊസൈറ്റിയിൽ തോറ്റു വാങ്ങണം 4,000 സൊസൈറ്റി. കാരണം എൻ്റെ ഫണ്ടില്ലാതെ പോയി, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ബോർഡും പറയാൻ. അപ്പോൾ എല്ലാ രീതിയിലും നമ്മളെ ഉപദ്രവിച്ച് അവിടെയും എൻ്റെ രക്തത്തിൽ അലിഞ്ഞ് നിന്നിരിക്കാൻ ഞാൻ പൊതുപ്രവർത്തനം. നമ്മുടെ കുടുംബത്തിൽ അലസ്മാത്യവും 10 ആനപ്പനും പൊതുപ്രവർത്തനം ആർക്കും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഈ രാഷ്ട്രീയക്കാർക്കുള്ള വീക്ക്നെസ് പരസ്യമായിട്ട് പറഞ്ഞാണല്ലോ. 10 ആനപ്പന് വീക്ക്നെസ് ഉണ്ട്, പല അസ്മാത്തിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് ഇതുവരെ അതാണ് എൻ്റെ കുഴപ്പം. ഞാൻ ഈ നേരവാ സ്ട്രേറ്റ് ഫോർവേഡാണ്. നമ്മളെ കുറച്ച് സിൻസിയറായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് എനിക്ക് ശത്രുക്കളും എല്ലാം വരാൻ കാണും. ഞാൻ ഈ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുടുംബം ഞാൻ പറഞ്ഞു, എറണാകുളം എന്നെക്കുറിച്ച്
ഈ കുടുംബത്തിലുള്ളവർക്കൊക്കെ വളരെ മോശമായിട്ട് അഭിപ്രായമുണ്ട്. വളരെ ഒരു വിഭാഗം നമ്മളെക്കുറിച്ച് ഞാനെന്തോ ഇതാണ്, ഞാൻ അങ്ങനെ പ്രശ്നക്കാരനാണ്, മറ്റേ പ്രശ്നക്കാരനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു. ഈ 2005 അഡ്രസ് ബുക്ക് ഇറക്കാൻ കാണക്കാരൻ ഞാനല്ലേ, പാട്ടം കാണാൻ മൊത്തം കളക്ട് ചെയ്ത് കൊടുത്ത് ഞാനല്ലേ. അപ്പം അത് കാണുമല്ലേ മൊത്തം ഇറക്കിയത്. എന്താ ഇതുവരെ ഇപ്പം 2024 അഡ്രസ് ബുക്ക് ഇറക്കാൻ പറ്റുമോ? ഒരിക്കലും നിങ്ങൾ ഇറക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ കിട്ടത്തില്ല. പാട്ടം കാർഡ് ഒരിക്കലും നിങ്ങൾ കിട്ടത്തില്ല. 100% പറയുക. ആര് വിചാരിച്ചാലും നിങ്ങൾക്ക് അഡ്രസ് ബുക്ക് ഇറക്കാമെന്നുള്ളത് ഞാനത് കെട്ടിച്ച് ഒന്നോടെ ഉൾപ്പെടുത്തണം കേട്ടോ. കെട്ടിച്ച് വന്നാൽ വീട്ടുകാരും ഉൾപ്പെടുത്തണം. അത് ഞാനിപ്പോൾ പറയാം, ഞാനൊരു ഗോൾഡ് കോയിൻ 1 പവൻ സ്വർണം പണയം വെക്കാം, ഇറക്കാൻ മുൻകൈ എടുന്നവർക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആരാ അതിനുള്ള കപ്പാസിറ്റി ഉള്ളതെന്ന് എനിക്ക് അറിയണം. പിന്നെ കുടുംബം സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, മംഗലപ്പള്ളി വക്കച്ചായൻ സത്യം പറഞ്ഞ് ഞാൻ എറണാകുളം കുടുംബത്തിന് ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തിയ വ്യക്തിയാണ്. അവിടെ എന്നെ കുടുംബം നടന്നു, കുടുംബത്തിൽ കയറി ഞാൻ പറഞ്ഞിട്ട് ഒരു 41 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഞാൻ നിലവിൽ ഗൾഫിൻ്റെ സെക്രട്ടറിയാണ്. നേരത്തെ 6 വർഷം ഗൾഫിൻ്റെ എറണാകുളം ഉളുങ്ങുന്ന കുടുംബത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. 10-15 വർഷത്തോളം എക്സിക്യൂട്ടീവ് മാലു ഗ്രൂപ്പിൻ്റെ വെറുതെയായിട്ടിരുന്ന വ്യക്തിയാണ്. എന്നിട്ട് ഞാനറിയാതെ തന്നെ അടുത്ത് മാറ്റി. പിന്നെ ഇപ്പം എന്താ ഒരു നടപടിക്രമങ്ങളൊന്നുമില്ല. പണ്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഇപ്പം രജിസ്ട്രേഷൻ ഒന്നുമില്ല. ചുമ്മാ ഒരു ആൾക്കൂട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. എത്ര പേര് അസംതൃപ്തരുണ്ട്, എത്ര പേരുടെ ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവിടെ വല്ലതും അന്വേഷിക്കാനൊന്നും പോകുന്നുണ്ടോ? ഇത് ഒരു 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 എന്താ ഒരു ഇതായിട്ട് അങ്ങ് പോവുക. നമ്മുടെ ഇത് അവിടെ എറണാകുളത്ത് ഞാൻ തലേദിവസം എല്ലാം പറഞ്ഞതാണ്. എന്നെ അവിടെ തടസ്സപ്പെടുത്തിയത് എനിക്കത് മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സോഷ്യൽ മീഡിയ വഴി എനിക്ക് ഇവർക്കൊക്കെ ഞാൻ സമയം കൊടുത്തു. അത് ഇടേണ്ടതൊന്നുമല്ല. ഞാൻ കുറച്ച് അപ്രേസ് ഞാൻ ഇട്ട പോസ്റ്റിലെല്ലാം 100% ഞാൻ പറഞ്ഞ ഞങ്ങളുടെ വാച്ചാർ ഇന്ത്യൻ ഗ്രൂപ്പിലാണ്. അവത്തെല്ലാം ഉറച്ചു നിൽക്കുന്നു. അല്ല ഞാൻ എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ മാന്യമായ നഷ്ടപരിഹാരം. ഞാനിപ്പം ലേഡീസ് പ്രശ്നം ചിലർക്ക് ഇങ്ങനെ വീക്ക്നെസ് ഉള്ള കാര്യം പറഞ്ഞത് അതെല്ലാം ചില വീഡിയോ ഇത് വന്നിട്ടുണ്ട്. അസ്മാത്തിൻ്റെ പോസ്റ്റ് വരുന്നത് പൈസച്ചിന് തന്നെ ഞാൻ പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഔട്ട്സൈഡ് ആൾക്കാർ പറഞ്ഞതിൻ്റെ നമ്മുടെ കുടുംബത്തിലുള്ളവർ ഇതിൻ്റെ എല്ലാം എനിക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നാൽ അവിടെ അനുഭവത്തോടെ ഞാൻ പുറത്ത് കൊടുത്തുള്ളൂ. കാരണം പുറത്ത് വേണമെങ്കിൽ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, രഹസ്യമായിട്ട് എനിക്ക് കേൾപ്പിച്ചു തരാം. മംഗലപ്പള്ളിക്കാർ മനസ്സിലാക്കുക, പുറം ആൾക്കാർ എന്തൊക്കെ പറയുന്നുള്ള അവരും മനസ്സിലാക്കുക. അത് ഞാനൊരു ചട്ടുപോയതെന്ന് മാത്രം. വിശാല ലോകത്തൊന്നും നടക്കല്ലേ. ഞാനിങ്ങനെ പരിശുദ്ധനാണ്, ഞാനിങ്ങനെ പറയല്ലേ. ജനങ്ങളുടെ ഇടത്തിൽ അത് സംസാരം കുറച്ചൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ മംഗലപ്പള്ളി വക്കച്ചായൻ്റെ എനിക്ക് വിഷമമുണ്ട്. മംഗലപ്പള്ളി വക്കച്ചായൻ്റെ ഭാര്യ ഗ്രേസ് മാഡം തോറ്റുപോയാൽ നമുക്കൊരു വിഷമമുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് പറയുന്നത്, അല്ലാതെ ചുമ്മാതെ ഈ സൂചിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നിർത്താൻ എനിക്കില്ല. ഞാനന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണ് എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ജയിപ്പിച്ചാണ്. എനിക്കിവിടെ സാധ്യതയുള്ള മേഖല എവിടെ. ഞാൻ 23 വർഷമായില്ലേ പൊതുപ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട്. അപ്പം മംഗലപ്പള്ളി സംബന്ധിച്ച് എനിക്ക് 3ാം തവണയാണ് നമ്മുടെ വാച്ചാറമ്പിൽ 4005 സൊസൈറ്റിയിൽ എനിക്ക് മത്സരിച്ച് എനിക്ക് സീറ്റ് തന്നിട്ടില്ല. അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലേ, എന്നോട് ഗ്രഹിച്ച് മാലു ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ പാട്ടം വിഭാഗത്തോടെ ഗ്രഹിച്ച് എന്നോട് ദയവ് ചെയ്ത് എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കല്ലേ. ഞാനൊരു നിഷ്കളങ്കനും സത്യസന്ധനും എല്ലായിടും നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപദ്രവിക്കല്ലേ എന്ന് മാത്രമേ പറയുന്നു. അതോടൊപ്പം തന്നെ വാച്ചാറിൽ കുടുംബത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞത് നിസ്സാരമായ 10 ലക്ഷം രൂപ കടവുള്ളൂ. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പേര് 3 കണ്ടമുണ്ട്. പിന്നെ ഇനിയും വീട്ടിലേക്ക് 1.5 പോകണം. അപ്പം 5 സഹോദരന്മാർക്കെല്ലാം കൊടുത്തിരുന്ന. പക്ഷേ അതിലേക്ക് എനിക്ക് ഒരു കാരണവശാലും എന്നെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഈ ആനന്ദ പിതാവ് വരെ വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ ബന്ധപ്പെടാം. ഞാൻ പറഞ്ഞാൽ ഇതും പറഞ്ഞു. കുടുംബ പ്രസിഡന്റ് നീതി കിട്ടാത്തതുകൊണ്ട് വികാരിച്ചിൻ്റെ അടുത്ത് പോയി. ഇത് വർഷങ്ങളായിട്ട് 3-4 വികാരിച്ച കണ്ടപ്പോൾ ഈ വികാരിച്ചിൻ്റെ കൊണ്ട് വിളിച്ചു. CMA അങ്ങോട്ട് പോകാം. CMA ഇവിടെ പോയി. വേറെ കുടുംബക്കാരെ പലരെ ബന്ധപ്പെട്ടു. ഇവിടെ പോയി പെരുന്നോടം പിതാവിൻ്റെ അടുത്ത് പോയി, തറയമത്താൻ്റെ അടുത്ത് പോയി, മറുപടി വന്നില്ല. പിന്നെ കളക്ടർമാരുടെ അടുത്ത് പോയി. അത് 6 കളക്ടർമാരെ കണ്ട്. 6ാമത്തെ കളക്ടറാണ് ഇപ്പോൾ ഈ അലസ് വർഗീസ് സാറ്. പിന്നെ അവസാനം അവിടുന്ന് കൃഷ്ണതേജ മാറിയപ്പോൾ പിന്നെ നേരെ മുഖ്യമന്ത്രി CM എടുത്ത് 2 തവണ കണ്ടു. ഇപ്പോൾ 3ാം തവണ നവാലവസരം കൊടുത്ത് ചീഫ് സെക്രട്ടറി എടുത്തു. ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ മുമ്പിൽ വരാനാണ് പറയുന്നത്. കാരണം ആലപ്പുഴ കളക്ടറിൽ നിന്ന് തീരുമാനം അങ്ങോട്ട് വന്നാൽ അവിടെ ഇടപെട്ട് തീർത്താൽ ചീഫ് സെക്രട്ടറി പുള്ളി കുട്ടനാട്ടുകാരൻ. അപ്പോൾ അങ്ങനെ എന്നെ ഞാൻ ഇങ്ങനെ ഒരു ഓർത്ത് നോക്കിയാൽ നമ്മുടെ ഈ പ്രശ്നം ഇതിപ്പോൾ മുഖ്യമന്ത്രി 2 തവണ എനിക്ക് നേരിട്ട് കാരണം ഞാൻ എടുത്ത് നേരിട്ട് കണ്ട് കൊടുക്കേണ്ട ഗതിയാണ് വന്നിരിക്കുന്നത്. എനിക്കെന്താ ഓർത്ത് നോക്കി ക്രെഡിറ്റ് മെങ്ങുന്ന് പേയ്മെൻറ്റ് അടയ്ക്കാറുണ്ട്. അതിപ്പം സിബിൽ സ്കോർ നെഗറ്റീവായി. HDC ബാങ്കിലെ SBI അഗ്രികൾച്ചർ ലോണുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങനെ തീർക്കുകയാണ്. നിസ്സാരമായി ഇത് തീർക്കണം. മംഗലപ്പള്ളി വക്കച്ചാൻ ഇത് നിസ്സാരമായി ഇടപെട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ
ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഉൾപ്പെടുത്തി നിസ്സാരമായി തീർക്കാവുന്ന കേസുള്ളൂ. ഇത് രഹസ്യമായിട്ട് തീർക്കാൻ പറ്റില്ല, കാരണം ഇത് പരസ്യമായ കേസാണ്. ഞാനിപ്പോൾ എന്തോ വലിയ കുറ്റക്കാരൻ, ഞാനെന്തോ കുടുംബത്തിൽ തകർത്തു ഒന്നും ഇതിപ്പോൾ അങ്ങനെ ഒരു മോശമായ ഇമേജാണ് ഇപ്പോൾ എന്നെക്കൊണ്ട് പറയുന്നത്. എനിക്കിപ്പം 40 എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങ് 10 പേര് പറഞ്ഞാൽ മതില്ല, അവൻ്റെ തല ഇതാണ്. എനിക്കറിയാം, എനിക്ക് എൻ്റെ സ്വന്തം കാലം നിൽക്കാനും എനിക്ക് 2.5 വർഷം ഞാൻ സ്വന്തം കാലം നിന്നു. ഞാൻ എത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് ഞാൻ നിന്നു. പിന്നെ ഇപ്പം ഈ ആൻസി ചേച്ചി പറഞ്ഞ എൻ്റെ അമ്മയുടെ മോളാണ്, പ്രാർത്ഥിച്ചു. എൻ്റെ വേറൊരു അമ്മയുടെ മോളാണ് നമ്മുടെ ഇലിഞ്ഞിൽ, എൻ്റെ അച്ചായൻ്റെ മൂത്ത പെങ്ങളെ മകൾ റോസമ്മ ചേച്ചിയുടെ മകന് എന്നെ പോലെ ഡൈവേഴ്സായി ഇപ്പം വേറെ കല്യാണം കഴിച്ചു. അവരൊക്കെ എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഇരപ്പാടിക്കാർക്കാണ്, പിന്നെ പരിധിക്കാർക്കുണ്ട്. ആ റോസമ്മ ചേട്ടത്തി വിളിച്ചപ്പോൾ റോസമ്മ ചേട്ടത്തി ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് സാമ്പത്തിക എന്നാൽ പ്രാർത്ഥിച്ചു, എന്നാൽ വയലാമണ്ണിൽ അത് ഉണ്ട്. പിന്നെ എന്നാൽ നമ്മുടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു. അതിപ്പോൾ 2 വർഷമായി ഉടമ്പടി എടുത്തിട്ട്, പിന്നെ രണ്ടാമത് വീണ്ടും ഉടമ്പടി എടുത്ത്. പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ 13 വർഷം കൊണ്ട് ഞാൻ ഫാത്തിമക്കപ്പേള മറ്റേ പൂസിയാനസ് കൊണ്ട് ഞാൻ ഉൾപ്പെടെ ഞാനിപ്പം ഒരു 7 പെരുന്നാളാണ് നേർച്ച. ഈ പ്രശ്നങ്ങൾ തീരണം ഇവിടെ ഇടത്തുമായി പോയി അതും എല്ലാ വർഷവും നേർച്ച ചെയ്യുന്നുണ്ട്. അപ്പം കായപ്പുറത്തും നേർച്ച നേരുന്നു. അങ്ങനെ എല്ലായിടത്തും നമ്മൾ പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ മലയാറ്റിൽ പോയി, അതിൻ്റെ ഇതാണത് ഈ കൈയൊക്കെ ഇട്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും പ്രാർത്ഥനയും എല്ലാവിധ നന്മ. ഞാൻ എന്നെ സംബന്ധിച്ച് മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയല്ല. മദ്യപാനോ അനാവശ്യമായ സിഗരറ്റ് വലിയോ വേറെ അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല. പിന്നെ രാഷ്ട്രീയക്കാരെ പോലെ പെണ്ണ് പിടുത്തോ അങ്ങനെയുള്ള പരിപാടി എനിക്കില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ബാക്കി എല്ലാവരെ കുറിച്ചുള്ളവർക്കൊക്കെ ആരോപണ വിധേയരാണ്. അപ്പം എന്നോട് ഞാൻ പറഞ്ഞു എത്ര ആത്മാർത്ഥമായി ചെയ്ത വ്യക്തി, എനിക്ക് യാതൊരു മനുഷ്യത്വമില്ലാത്ത നിലപാടാണ് നമ്മുടെ കുടുംബക്കാർ ഭാരവാഹികളൊക്കെ ചെയ്തത്. എനിക്ക് വളരെ സങ്കടമുണ്ട്. എന്നെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിച്ച് നമ്മുടെ കുടുംബത്തിൽ വരുതികൾ തോമാപ്പി ആത്മഹത്യ ചെയ്തതാണ്, തോമാപ്പിച്ചായ. പക്ഷേ എന്നിട്ടും നമ്മുടെ കുടുംബക്കാർ ഇതൊന്നും മനസ്സിലാക്കാതെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങളെല്ലാം ചിന്തിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുടുംബക്കാരെ, ഞാൻ പറഞ്ഞില്ലേ വളരെ വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എത്ര നാൾ 2.5 വർഷമായി എനിക്കിപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അമ്മായിയുടെ പേരിലാണ് മറിയം ചാക്കോ വാച്ചാറിൻ്റെ പേരിൽ വേണം KSEB ബില്ല്. അതുകൂടി അടയ്ക്കാൻ പറ്റില്ല. അതിപ്പം അവസാനം KSEB ഉദ്യോഗസ്ഥ അതുകൂടി ഇപ്പോൾ കൊടിതേരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ എന്താ BSNL കണക്ഷൻ കട്ടയാക്കുമെന്ന് പറഞ്ഞാൽ അതിനും ആശടയ്ക്കണം. ഞാൻ പറഞ്ഞില്ല പാട്ടത്തിലച്ഛൻ്റെ കുർബാനയ്ക്ക് പോയി, അവിടെ എല്ലാം പല വീട്ടിലും കയറി ഇതൊക്കെ ഇങ്ങനെ പറയണം. അതുകൊണ്ട് എല്ലായിടത്തും പറയാൻ സമയമില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? ഞാൻ ഇപ്പം 2 ഇലക്ഷൻ എന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഒരു സ്ഥലത്ത് വടക്കങ്ങാടി മത്സരിച്ചു 2023 കഴിഞ്ഞ വർഷം 23 നവംബർ മാസം മത്സരിച്ച് ഒരു പാനൽ സ്വന്തമായിട്ടുണ്ടാക്കി, സ്വന്തമായിട്ട് UDF വെക്കാനുണ്ട്. അവിടെ ഞാൻ വോട്ട് തെളിയിച്ചു. ഒരു വാചാരന്മാർക്ക് ആർക്കും അവിടെ വോട്ട് ചെയ്യാൻ 1-2 പേർക്ക് ഉള്ളൂ. ബാക്കി അവിടെ ഞാൻ 100-200 എടുത്ത് വോട്ട് പിടിച്ചു, സ്വയമായിട്ട് മുന്നണി ഉണ്ടാക്കി. അടുത്ത ആ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് അടുത്ത ദിവസം 4000 ഞാൻ അവിടെ എനിക്ക് മുന്നണി സീറ്റ് ഇടാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് മത്സരിച്ചു. അലസമാനത്തിൻ്റെ മാലിന്യത്തിൽ ഉൾപ്പെടുത്തിയില്ല. എന്നിട്ട് എനിക്ക് 10-200 അവിടെ വോട്ട് മേടിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ എത്രയും സോഷ്യൽ പ്രവർത്തനം. പിന്നെ ഞാൻ ഓരോരോ അതിൻ്റെ പൊതുപ്രവർത്തനമാണ് നമ്മൾക്ക് പിന്നെ എത്രയും പൊതുപ്രവർത്തനം ഞാൻ ആത്മാർത്ഥമായിട്ട് ബാക്കിയുള്ളതെന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി എൻ്റെ സ്വന്തം കാര്യം ഞാൻ അവിടെ പുളുങ്ങുന്ന ഒരു പുളുങ്ങുന്ന പള്ളിയുടെ കടമുറി ഇപ്പോൾ 30-ന് മുമ്പേ ടെൻഡർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ടെൻഡർ ഫോം മേടിച്ചു. ഞാൻ വന്നിട്ട് അവിടെ ഒരു ട്രാവൽസ് ആൻഡ് നമുക്ക് നമ്മുടെ വരുമാനം അല്ലാതെ ഈ 30 ഏക്കർ കൃഷി 30 ഏക്കർ എൻ്റെ അല്ല, എൻ്റെ 3-4 ഏക്കർ ഉള്ളൂ. മറ്റുള്ളവരെ വെച്ചിട്ടുണ്ടെന്ന് എനിക്കത് സൈഡായിട്ട് എനിക്ക് ചെയ്യണം. കാരണം ഞാൻ ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ വേറെ ആരും ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്ക് ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ അമ്മ വീട്ടിലൊരു 10 ഏക്കർ നിലമുണ്ട്, അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് കിണങ്ങടെ. അതും എനിക്ക് കൃഷി ചെയ്യണം. കാരണം എനിക്ക് 10 കാശ് വരുമാനം, അല്ലെ എനിക്ക് നല്ല ഒരു വരുമാനം കിട്ടുക, എനിക്ക് നല്ല കല്യാണം കിട്ടുമോ? പെണ്ണിൻ്റെ വീട്ടുകാരും അത് ആരാണെങ്കിലും നമ്മുടെ കുടുംബത്തെ വെട്ടാറാണ്, അല്ലാതെ 10 കാശ് വരുമാനം ഇല്ലാത്തവനാരാ പെണ്ണ് കൊടുക്കുന്നത്? ഞാനിങ്ങനെ മറ്റേതാണ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? സ്വത്തിന് സ്വത്ത് വേണ്ടേ? അപ്പം എനിക്ക് വരുമാനം ഉള്ളതുകൊണ്ട് അതുള്ള ഇതുണ്ടാകും. പിന്നെ എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട്, അത് എനിക്ക് അറിയാം എങ്ങനെ അത് ബിസിനസ്സിൽ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ തന്നെ വളഞ്ഞ വഴിയിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ഇപ്പം ഇവിടെ ഒരു പള്ളിമുറി പറഞ്ഞ് ഞാനത് എടുക്കാനുള്ള പരിപാടിയാണ് നിൽക്കുന്നത്. അതിനെത്രയാവും? അപ്പം എത്ര ആയാലും നിങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ ഇത് എന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. ഇപ്പോൾ കയറ്റുക അവിടെ കണ്ടു, നമ്മുടെ തെക്കേമാളക്കിലെ കുട്ടച്ചിട്ടപ്പൻ കയറ്റുക കൊടുത്തായിട്ട് അറിഞ്ഞു, 5 ലക്ഷം രൂപ കൊടുത്തായിട്ട് അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ആ 5 ലക്ഷം ഒരു ഉണ്ടെങ്കിൽ 6 ലക്ഷം ഉണ്ടെങ്കിൽ എൻ്റെ 3 ബാങ്കിലെയും ക്രെഡിറ്റ് കാർഡിൻ്റെ അഗ്രികൾച്ചർ ലോൺ തരിക. 1 ലക്ഷം കൂടി 6 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നിരുന്നെങ്കിൽ എൻ്റെ കടമായിട്ട് മുതല്ല, എനിക്ക് ഫ്രീ ആയിട്ടൊന്നും വേണ്ട, ഞാൻ സാമ്പത്തികം ഇല്ലാത്തതൊന്നുമല്ല, ഞാൻ ആസ്തി ഉള്ളവനാണ്.
ഇപ്പം തിരിച്ച് അത് കൊടുക്കാനും അതിനുള്ള കാര്യപ്രാപ്തിയും വിവരവും ബോധവും വിദ്യാഭ്യാസവും ബുദ്ധിയും എല്ലാം എനിക്കുണ്ട്, അറിയേണ്ടവർക്ക് അറിയാം. അപ്പോൾ അത് എനിക്ക് തന്നിരുന്നെങ്കിൽ, ഈ മേടിച്ചു കൊടുത്ത മാന്യന്മാർക്ക് എനിക്ക് തന്നെങ്കിൽ എനിക്ക് എൻ്റെ പ്രശ്നം തീരത്തില്ലായിരുന്നു. ഞാനത് അത്രയെങ്കിലും ശ്വാസമില്ലായിരുന്നു. 4 ലക്ഷം, ബാക്കി 4 ലക്ഷം പലരുടെ നിരക്ക് മേടിച്ചതാണ്. അത് ഒരു സാധാരണ ആയാലും കൊടുത്താൽ മതി. പക്ഷേ ഇത് നമ്മളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു മനുഷ്യത്വം എന്നുള്ളൊരു സംഗതി ഞാൻ ഓർത്തു, ഞാൻ അതിന് മുമ്പേ പ്രശ്നം തീർക്കുന്നു. പക്ഷേ ഇത് വളരെ വളരെ കഠിനഹൃദയരാണ് നമ്മുടെ വാറ്റാറിലും ഇല്ല എന്നുള്ളത് പറയുന്നതിൽ എനിക്ക് മടിയില്ല. അത്രമാത്രം വിഷമം ഉണ്ടായിരിക്കുന്നു, മനസ്സിലായോ? പിന്നെ മംഗലപ്പള്ളി വക്കച്ചായൻ സംബന്ധിച്ച്, വക്കച്ചായൻ സെക്രട്ടറിയാണ്. അദ്ദേഹം തലേദിവസം 18-ാം തീയതി മംഗലപ്പള്ളി സണ്ണിച്ചൻ ചേട്ടൻ 1-ാം വാർഷികം. ഞാൻ അന്ന് വരെ സമരം അതെല്ലാ വീട്ടിലും പോയി പറഞ്ഞു, ഉമ്മപ്പെട്ട വീട്ടിലെല്ലാം വീട്ടിൽ പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോയും ധാരാക്കി വെച്ചിട്ട് ഞാൻ സമരത്തിരിക്കുന്ന കാര്യം പറഞ്ഞു, കാരണം ചെല്ലാത്ത വീട്ടിലേക്ക് അറിയിക്കണം എന്നുള്ള രീതി. അപ്പം 18-ാം തീയതി സണ്ണിച്ചൻ ചേട്ടൻ 1-ാം ജന്മവാർഷികത്തിന് അവിടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം ബുദ്ധിമുട്ട്. അതിനുമ്പോൾ ഞായറാഴ്ച ഇവിടെ വന്നായിരുന്നു. ഞായറാഴ്ച എന്നാൽ ഫേസ്ബുക്കിൽ അത് ഡിലീറ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നിട്ടും പക്ഷേ എൻ്റെ പ്രശ്നം തീരാൻ ഞാൻ ഇരിക്കണം SP അനുവാദം പോലീസ് പ്രൊട്ടക്ഷനോടെ ഞാൻ അവിടെ സമരം ഇരിക്കാൻ വേണ്ടിയുള്ള പരിപാടി ആസ്വാദം ചെയ്തു. അപ്പം അപ്പോഴാണ് സണ്ണിച്ചൻ ചേട്ടൻ അവിടെ വെച്ച് മംഗലപ്പള്ളി വക്കച്ചായൻ പറഞ്ഞു, ഇങ്ങനെ ഇതൊന്നും അദ്ദേഹം പറഞ്ഞു, എല്ലാം തീർത്തു തരാം, ഇത് വരുമ്പം തീർത്തു തരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ നമ്മുടെ കുടുംബത്തിലെ 1-2-3 വെൽവിഷേഴ്സും പറഞ്ഞു അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരു ധൈര്യമായിട്ടാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി പുറത്ത് പോയിരിക്കും, ഒരു ദൃശ്യം ഉണ്ടാകും. പക്ഷേ അവിടെ സമ്മാനമായിട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആലഞ്ചേരി പിതാവ് പോകാൻ നേരത്ത്, ആലഞ്ചേരി പിതാവ് ഞാൻ പറഞ്ഞ എല്ലാവരെയും കണ്ട കാര്യമാണ്. എന്താ സിമിത്തേരി വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉടനെ കുര്യഞ്ചയം മാലൂർന്ന് കുറക്കെ എല്ലാവരും കേട്ട കാര്യമാണ്. സിമിത്തേരി വെച്ച് പുള്ളി പരസ്യമായിട്ട് പറഞ്ഞാൽ കുര്യഞ്ചയം മാലൂർ, വേറെ ആരെങ്കിലും പേര് പറയാൻ അറിയാമോ? അപ്പം ഈ ആലഞ്ചേരി പിതാവുമായിട്ടുള്ള എന്താ നിലവിലെ തട്ടിൽ പിതാവുമായിട്ട് വരെ എനിക്ക് നല്ല അടുപ്പമുണ്ട്. അദ്ദേഹത്തിനും എന്നെ നന്നായിട്ടറിയാം, തട്ടിൽ പിതാവിന്. അപ്പം എനിക്ക് അങ്ങനെ ഓരോ ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ വിജയം, അത് വേറെ. പിന്നെ ഞാൻ ആലഞ്ചേരി പിതാവ് പോകാൻ നേരത്ത് പോയപ്പം വക്കച്ചാനാണ് പറഞ്ഞത് ഞങ്ങളെ മുൻകൈ എടുത്ത് പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞത്. അപ്പം എന്തുകൊണ്ട് വക്കച്ചാൻ ഇപ്പം മുൻകൈ എടുത്ത് വരുന്നത്? ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാത്ത അവിടെ പിന്നെ ഞാൻ പിന്നെ അവിടെ വീട്ടിൽ പോയിട്ട് കാര്യമുണ്ടോ? പിന്നെ ഞാൻ BSNL ആ വ്യക്തിയെ കൊടുത്തു, ഈ 6500 അടയ്ക്കാനുണ്ട്. അപ്പം BSNL വിളിച്ചപ്പോൾ വക്കച്ചാൻ പറഞ്ഞു എനിക്ക് എന്നാൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഒന്നും ഞാൻ ഏക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ഉത്താത്തപ്പെട്ട സെക്രട്ടറി പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞു ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും ജയിപ്പിച്ച് ചെയ്യണം. ഞാൻ ഇതാണ് അത്യാവശ്യ കാര്യമല്ല. BSNL കിടക്കുന്നു, KSEB അടയ്ക്കാൻ കിടക്കുന്നു, ഒത്തിരി പേർക്ക് കൊടുക്കാൻ കിടക്കുക, മനസ്സിലായോ? ഇതൊക്കെ വളരെ വളരെ തെറ്റല്ല കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ എന്നോട് ഇത്ര പീഡിപ്പിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? അദ്ദേഹം മകനായി എന്നാൽ IPS കൊണ്ട് എടുപ്പിച്ചു, ഇപ്പം നേരെ കെട്ടിച്ചു. നമ്മുടെ ഒരു കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് അവൻ വളരെ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്. അവന് എത്ര അലസമാത്യം 10 ആനപ്പനെ കൊണ്ട് ഒന്നും നടക്കാൻ പറ്റില്ല. അവർ ജീവിതത്തിൽ നമ്മുടെ കുട്ടനാട് തന്നെ പരാജയമായി മാറിയിരിക്കുകയാണ്. ഈ നാട് ഈ പരുവത്തി കുടിവെള്ളമില്ല. തൻ്റെ ഇടത്തോളം ഒരു മാസം 21 ദിവസം കുടിവെള്ളവും നെല്ലിൻ്റെ വേണമെന്ന് പറഞ്ഞ് വക്കച്ചാനല്ലേ നെൽകൃഷി കൂടുതലുള്ളത്. ഞാനല്ലേ ഇരുന്ന് വേറെ ആരും കൊണ്ടോ? ഇപ്പം മുഖ്യമന്ത്രിക്ക് അയച്ചു, അതിൻ്റെ പുറമെ നടക്കുന്ന കാർഡ് അയക്കുന്നു, അതിനെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കാകെ 3 മക്കളെ കണ്ടുള്ളൂ. എന്നിട്ട് ഞാൻ ബ്രോഡ്മാൻ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഒരു 5 വയസ്സെങ്കിലും നിങ്ങൾ എനിക്ക് സംഭാവനയോ അല്ലെ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ടോ? പണ്ട് മംഗലപ്പള്ളി സണ്ണിച്ചൻ ചേട്ടൻ, ഞാൻ വടക്കേങ്ങാടി ബാങ്ക് മത്സരിച്ചപ്പം അദ്ദേഹം അന്ന് 2003 കാര്യം പറയുന്നത്, എനിക്ക് ആ സണ്ണിച്ചനുള്ള കാര്യം. അദ്ദേഹം റിസൾട്ട് കഴിഞ്ഞ് എൻ്റെ പാനൽ ജയിച്ചു. എൻ്റെ വ്യക്തിപ്രഭാവമാണ് അന്ന് UDF പാനൽ 2 റൗണ്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പാനൽ ജയിച്ചു വന്നു കഴിഞ്ഞപ്പം മുണ്ടേറെ കട വെച്ചു. മുണ്ടേറ എന്ന് പറയുന്നത് അന്ന് മുണ്ടേറിൽ ഒരു ഹോട്ടലുണ്ടായിരുന്നു, നമ്മുടെ പുളുങ്കുന്ന് ചങ്കാർക്കടവിൽ. അവിടെ വെച്ച് കുര്യച്ചാന്ന് പറഞ്ഞ് എന്നെ സണ്ണിച്ചൻ ചേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു, മനസ്സിലായോ? സത്യമാണ്, അന്നാണ് സണ്ണിച്ചൻ ചേട്ടൻ്റെ ഒരു ഇതറിയുന്നത്, പോസിറ്റീവ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മംഗലപ്പള്ളി കുര്യച്ചൻ ചേട്ടൻ്റെ സഹോദരൻ അന്തോണിച്ചൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് കുടുംബം നടന്നപ്പം അന്ന് 2004 ആ വർഷം തോന്നുന്നു, 2004 എനിക്കവിടെ പ്രത്യേകിച്ച് വിളിച്ച് പ്രസംഗിക്കാൻ അവസരം തന്നതും നമ്മുടെ സണ്ണിച്ചൻ ചേട്ടനാണ്. പിന്നെ സോണിയാഗാന്ധിക്ക് കുട്ടനാട് പാക്കേജ് അനുവദിച്ചതിൻ്റെ ഉപകാരം നീട്ടി കൊടുത്തപ്പോഴും അതിനെ തന്നെ ആദരിക്കാൻ ചടങ്ങുണ്ടാക്കിയതിനെ കണക്കാനും സണ്ണിച്ചൻ ചേട്ടനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് സണ്ണിച്ചൻ ചേട്ടനുള്ള താല്പര്യം. കാരണം അദ്ദേഹം നമ്മൾ അങ്ങനെയൊക്കെ ഒരു മറ്റുള്ളവരെ നമ്മളെങ്ങനെ സഹായിക്കുക, അതൊക്കെയാണ് വേണ്ടത്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡാൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബയോജനകത്ത് ഒത്തിരി, ഞാൻ അതും കൂടി പറഞ്ഞേക്കാം. ഒന്ന്
നമ്മളത് പറയണം. ഞാനത് വക്കച്ചാനെ സംബന്ധിച്ച് വക്കച്ചാൻ കുടുംബയോഗത്തിൻ്റെ നേരത്തെ സെക്രട്ടറി ആയിട്ടോ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടോ ഒന്നും ഇത് പരിചയമില്ല. അപ്പം അതുകൊണ്ട് ഒത്തിരി പാളിച്ച വന്നിട്ടുണ്ട്. അതേ ഒരു റീത്ത് വെക്കാൻ വേണ്ടി പോയാൽ തന്നെ ആ സ്റ്റൈലിലല്ല. റീത്ത് വെക്കുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്, അതുകൂടി അദ്ദേഹത്തിന് അറിയാം. ഞാനത് വ്യക്തമായി ബോധ്യപ്പെട്ട് ഞാൻ ഉണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ റീത്ത് വെക്കാതിരിക്കുന്നത്, പലരും വെച്ചിറക്കാൻ അവിടെ വെച്ചിട്ടില്ല. പാലല്ല അതേ പെങ്ങൾ വെച്ചപ്പം നമ്മുടെ പാലല്ല പോയപ്പോൾ അങ്ങനെ നമ്മൾ ഇതായിട്ട് നമ്മളിപ്പം കുടുംബത്തിന് വരാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആ റീത്ത് കൊണ്ട് വെക്കേണ്ട ഒരു നിസ്സാരമായ റീത്തിൻ്റെ കാശിയാത്തുള്ളൂ. രണ്ട് ഇതാണ് പാട്ടത്തിലെ ആലപ്പുറം മണിച്ചപ്പോഴും അതേ റീത്ത് വെക്കാൻ ഞാനന്ന് ഷവർ റീത്ത് വെക്കാൻ സംഭവിച്ചു. എനിക്ക് ആ ഗൂഗിൾ പേ ഞാൻ റീത്ത് വെച്ചാൽ വാച്ചാറുമ്പിൽ പാലെ ചിറയ്ക്കാൻ വക്കച്ചൻ്റെ സൗകര്യം മരിച്ചപ്പോഴും അവിടെ റീത്ത് വെച്ചില്ല. ഇവിടെ മനസ്സിലല്ല ഉള്ളിലുള്ള ഇത് വരത്തില്ലേ. അപ്പം വാച്ചാറുമ്പോൾ റീത്ത് വെക്കുമ്പോൾ അപ്പം യൂണിറ്റ് ഉണ്ടാവുക കോളേജ് ചെയ്യുന്നത്. വാച്ചാറുമ്പിലെ പാട്ടത്തിൽ കുടുംബത്തിൽ വരുന്നവരാകട്ടെ വരാത്തിട്ട് എല്ലാവരും വെക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് എൻ്റേത്. പിന്നെ രണ്ടാമത്തെ കാര്യം തമ്പോല പ്രശ്നം വന്നാൽ തമ്പോല ഇടയ്ക്ക് ടിക്കറ്റ് തീർന്നു തോന്നുന്നു. ആ 100 വെച്ചുള്ള വിൽപ്പന നടത്തിയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തമ്പോല കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ, മൊത്തം ഒന്നും ടിക്കറ്റ് തീർന്നു പോയി. അപ്പം പിള്ളേർക്ക് അത് വലിയൊരു കോട്ടമായി മാറി. അങ്ങനെ വലിയ വരുമാനക്കുറവുണ്ടായി. മൂന്നാ 2 പരിപാടി, ആ പാസിംഗ് ഓഫ് ദ പാൻസിലും അതിന് മുമ്പേ ഒരു പുതിയ പരിപാടി, അത് രണ്ടും ഫ്ലോപ്പായിപ്പോയി. ഒരിക്കലും ആ നമ്മളെ ഗൾഫ് കുടുംബയോഗത്തിന് ഞാൻ പറഞ്ഞു എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത്. ഗൾഫ് കുടുംബയോഗത്തിന് ഞാൻ പറഞ്ഞില്ലേ വളരെ അന്ന് ആ കുടുംബയോഗ കിസ് നടത്തിയത് എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കാണ് നടത്തിയത്. നമുക്ക് വേറെ പിന്നെ സെൽഫ് ഇൻട്രഷൻ നടന്നിട്ടില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സെൽഫ് ഇൻട്രഷൻ. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ഇപ്പോൾ ലൈവ് വീഡിയോ ഒക്കെ എടുത്ത് ഇത്രയും കാശ് മുടക്കിയ സംബന്ധിച്ച് സെൽഫ് ഇൻട്രഷൻ എടുക്കേണ്ട അതെല്ലാം അത്യാവശ്യമാണ്. കാരണം ഇത് ഒത്തിരി പേരാണെന്ന് 1500 പേരാണ് വ്യൂവേഴ്സ് ഉള്ളത്. അത് പബ്ലിക്കായിട്ടും എല്ലാവരും കണ്ടിട്ടുണ്ട് ഒത്തിരി പേര്. കാരണം ഇത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ പലരും മനസ്സിലാക്കി നമ്മുടെ കുടുംബം വാച്ച് ചെയ്ത് ഒത്തിരി പേരുണ്ട്. ഓരോരുത്തരും എന്തൊക്കെയാണ് എല്ലാവരും വാച്ച് ചെയ്ത് എല്ലാവരും ഉണ്ട്. അപ്പം സെൽഫ് ഇൻട്രഷൻ നടത്തേണ്ട അത്യാവശ്യമാണ്. നമ്മൾ കുടുംബക്കാർക്കും മറ്റെല്ലാം അത് അറിയേണ്ടതൊരു സന്ദർഭമായിരുന്നു. കാരണം അവർക്ക് എന്തെങ്കിലും സംശയം ഇത് ഡിജിറ്റലായിട്ട് കിടക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓടിച്ച് നോക്കുക ആരൊക്കെയാണെന്നും ഇന്നയാളെന്നൊക്കെ ഇത് മനസ്സിലാക്കുക. ഇതൊന്നും അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ അവരെ പരിപാടി ഫ്ലോപ്പായത് പിന്നെ ആ ഇടയ്ക്ക് കറണ്ട് പോയതാണെന്ന് തോന്നുന്നു. കറണ്ട് അതൊക്കെ നേരത്തെ KSEB നമ്മളത് ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു പ്രധാന വ്യക്തിയോട് പറഞ്ഞ എല്ലാ വർഷവും കറണ്ട് പോകും. കാരണം സ്വാഭാവികമായിട്ട് വാച്ചാറമ്പിനോട് ഗ്രഡ്ജുള്ള നിരവധി പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും KSEB വിളിച്ച് പറയാം ഇന്ന കേടാണക എന്നൊക്കെ പറഞ്ഞാൽ കറണ്ട് പോകുന്നു. ഞാൻ എൻ്റെ മൂത്ത പെങ്ങളുടെ മനസ്സമൂഹത്തിൻ്റെ തലേദിവസം കറണ്ട് പോയതാണ്. കണ്ടുപോയി ഞങ്ങളുടെ വീട്ടിൽ നിന്നെല്ലാം പിന്നെ അവസാനം വന്നു. അവസാനം പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടുന്ന് ഒരു കള്ള ഫോൺ കോള ചെയ്യുന്നത്. അതിൻ്റെ മൂത്ത മറിയമ്മ പെങ്ങളുടെ തലേദിവസം മനസ്സമൂഹത്തിൻ്റെ തലേദിവസം ഇവിടെ കണ്ടുപോയായിരുന്നു. അപ്പോൾ അപ്പം അതൊക്കെ മുൻകൂട്ട് കൊണ്ട് കൂളർ വർക്ക് ചെയ്തില്ല. പിന്നെ പിതാവ് തറമെത്താനോടെ കയറിയപ്പോൾ അവിടുത്തെ അത് കേടായിപ്പോയി. കൂളർ കേടാണെങ്കിൽ ഞങ്ങളെ പല വീട്ടിൽ നിന്ന് എടുപ്പിക്കാമായിരുന്നു വേറെ കൂളറൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒന്നും അത് ഉണ്ടായില്ല. ഇത് നിലവിലുള്ള ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഞാൻ പറഞ്ഞില്ല, അതൊന്നും അവർക്കൊന്നും പരിപാടി നടത്തി ആസൂത്രണമില്ല. മനു പാറശ്ശേരി ഞാനിതെല്ലാം യുവതിയുവാക്കളെ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാത്ത യുവതിയുവാക്കൾക്കാണ് ഇതിൻ്റെ എല്ലാം ചാർജ് കൊടുക്കേണ്ടത്. അല്ല മുതിർന്നവർക്കൊന്നും കൊടുത്താൽ അവരെ പ്രൊഡക്റ്റീവല്ല. അവർക്ക് അവിടേതായ കുടുംബജീവിതം, അവിടെ മക്കളുടെ കാര്യം, അവിടെ അങ്ങനെ അതിൻ്റെ തിരക്കിലായിരിക്കും. സ്വാഭാവികമായിട്ടും യുവതിയുവാക്കളാണ് എടുക്കേണ്ടത്. യുവതിയുവാക്കളെയാണ് എടുക്കേണ്ടത്. ഇപ്പം അത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ഇത് രജിസ്ട്രേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തുന്ന മംഗലപ്പള്ളി കുര്യച്ചേട്ടപ്പൻ്റെ മോള് ഭംഗിയായിട്ട് നടത്തുന്നത്, അത് ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഇതായിട്ടുള്ളവരെ യുവാക്കളെ ഏൽപ്പിച്ച് അതിലെല്ലാം ഭംഗിയായിട്ട് മുതിർന്നവരെല്ലാം മാറിക്കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പം പിന്നെ ആ ഡാൻസിൻ്റെ പല ഇതൊന്നും ഇപ്പോൾ ജോസാറിന് ഞാൻ 100% ജോസാറ് അതൊക്കെ ജോസാറ് മുതിർന്ന വ്യക്തിയാണ്. ആ ഒരു സ്കിറ്റിന് വേണ്ടി ആ സ്കിറ്റ് സമയത്ത് വേറെ നല്ല പരിപാടി വേറെ കയറ്റാൻ പാടില്ല. അത് അദ്ദേഹം അവിടെ സന്തോഷമാണ്. പക്ഷേ വേണമെങ്കിൽ പിന്നെ മറ്റേ ആ പരിപാടി ഇതായിപ്പോയി. ഇത് അറേഞ്ച്മെൻറ്റ് യാതൊന്നും നടന്നില്ല, ഒരു പ്ലാനിങ് നടന്നിട്ടില്ല. വക്കച്ചാൻ അതിനകത്ത് എനിക്കറിയാം വക്കച്ചാൻ്റെ തെറ്റല്ലത്, വക്കച്ചാനെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതായിപ്പോയി, അതാണ് വന്നിരിക്കുന്നത്. പിന്നെയുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, പിള്ളേർ അവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പം, സ്റ്റേജിൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പം, മറ്റേ കുന്നശ്ശേരിയിലേയും അവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പം
നമ്മുടെ ആ പുറത്ത് 2 പിള്ളേർ, ഒന്ന് കുര്യച്ചിറ്റപ്പൻ്റെ മറ്റേ മകൾ റോസിൻ്റെ മകളും, മറ്റേ മകളുടെ പേര് ഇവ അതും, പിന്നെ ആ കാട്ടയെടുത്തെ ചമ്പകുളം കാട്ടയെടുത്തെ എൻ്റെ മകനും, അവർ രണ്ടും അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പം വേദിയിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ കാണികൾ എഴുതി ഇവർ ഡാൻസ് കളിക്കും. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് അവസരം കൊടുത്തില്ല? ഞാൻ അവിടെ ആ കുടുംബ ഭാരവാഹികളെ 2-3 പറഞ്ഞു, ഒരു പാലാപ്പള്ളിയിൽ ഏതെങ്കിലും പാട്ട് ഈ പിള്ളേരെല്ലാം കയറ്റി ഒരു ഡാൻസ് കളിക്കാനുള്ള അവസരം കൊടുക്കാൻ പറഞ്ഞു. എല്ലാവർക്കും ഒരു ഡാൻസ്. അത് ഞാൻ അവരൊന്നും അത് എടുത്തില്ല. 3-4 പേരോട് ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പം അത്രമാത്രം ഇത് നമ്മളിപ്പം എൻ്റെ വീട്ടിൽ ഈ 5 പെങ്ങന്മാരെല്ലാം ഡാൻസ് കളിച്ചിരുന്ന കുടുംബ വേദിയിലാണ്. ഞാനും കുടുംബ വേദിയിലാണ് കസേര കളിച്ചും. പിന്നെ പിള്ളേർക്ക് വേണ്ടി കസേര കളി അത് ഏറ്റവും ആവശ്യമുള്ളതാണ്. നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും നമ്മുടെ അമ്മമാർക്ക് കസേര കളി അത് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ കൊടുക്കണം. അതായത് എല്ലാവരും ഒരു ചുമതല ഏൽപ്പിക്കണം, ഓരോരുത്തർ ഓരോ ഇത് കൊടുപ്പിക്കണം. അല്ല ഒരു വ്യക്തി തന്നെ എല്ലായിടത്തും പോയി അല്ലാതെ ഓരോ ഇത് കൊടുത്തിട്ടുള്ള അങ്ങനെയാണെങ്കിൽ സംഗതി കുറച്ചുകൂടെ ഇതാവും. പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞ മോശമഭിപ്രായം നല്ല അഭിപ്രായം. പിന്നെ പാർക്കിംഗ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക്കാണ് അത് സംഭവിച്ചിരിക്കുന്നു. എല്ലാ വീട്ടിലും പാർക്കിങ്ങിനും ആ നോട്ടീസ് ഇത് ഒട്ടിച്ചു, പോസ്റ്ററൊക്കെ ഒട്ടിച്ചു. അത് വളരെ സെക്യൂരിറ്റി 100% വിജയമായിരുന്നു. സെക്യൂരിറ്റി അത് ഞാൻ വക്കച്ചായനെ അഭിനന്ദിക്കുന്നു. പിന്നെ ഇങ്ങനെ അത് 50-ാം വാർഷികം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അഡ്രസ് ബുക്ക് ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടി നടക്കണം. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു ഓൺലൈൻ മീറ്റിംഗ് വക്കച്ചായൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുക്കാത്ത എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരും പങ്കെടുത്തിട്ടില്ല. 5 പെങ്ങന്മാരും 2 ചേട്ടന്മാരും ഉൾപ്പെടെ എല്ലാവരും ചേട്ടത്തിമാരും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹാജർ വെച്ചുകൊണ്ട് ഒരു ദിവസം ഒരു ഞായറാഴ്ച നോക്കി ഒരു ഓൺലൈൻ മീറ്റിംഗ്. അത് നമ്മുടെ ഏറ്റവും എല്ലാവരും നമ്മുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ പിള്ളേരുൾപ്പെടെ. പിന്നെ എന്നിട്ട് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ആശയങ്ങളുള്ളതല്ല ഞാൻ പറഞ്ഞുതരാം. പിള്ളേരുടെ യൂണിറ്റ് ഉണ്ടാക്കാനും അതിനൊക്കെ വളരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മുടെ കുടുംബത്തിൽ അതിനുള്ള ഐഡിയ ആർക്കും ഇല്ല, അതിനുള്ള ഒന്നുമില്ല. ഇപ്പം അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ഈ എല്ലാ കുടുംബം എന്നല്ല. അതാരാ ഉണ്ടാക്കിയത്? ഞാൻ എൻ്റെ വീട്ടിൽ കുടുംബം ഉണ്ടായപ്പോൾ ഞാനാണ് ആ ബോർഡ് ഉണ്ടാക്കിയത്. ഞാൻ ആ പഴയ റിപ്പോർട്ട് ബുക്കും ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ കുടുംബം എന്നിട്ട് ഇരിക്കുന്നു. പിന്നെ മെമ്മൻറ്റോ ഇറക്കി. ഇപ്പം എല്ലാം വെച്ചിരിക്കുന്ന മെമ്മൻറ്റോ അത് ഇറക്കിയത് ഞാനാണ്. പാച്ചാറമ്പിൽ ഇപ്പം അതിനകത്ത് ഒരു ഇതുണ്ട്, ഈ എല്ലാവരുടെയും ആദ്യം തൊട്ട് പാട്ടം എന്നൊക്കെ പറഞ്ഞ എല്ലാം ഉള്ളത് അത് ഞാനാണ് ഇറക്കിയത്. അപ്പം പിന്നെ ഗ്ലാസ്, പിന്നെ പുതിയ ഓരോ കാര്യങ്ങൾ ഗ്ലാസ് ഇറക്കാം. അതെന്താണെന്ന് ചോദിച്ചത്, അത് പ്ലേറ്റോ അങ്ങനെ പ്രൊഡക്റ്റ് വേണ്ടി കലണ്ടർ ഇറക്കാൻ പറ്റും. കലണ്ടർ പാച്ചാറിൻ്റെ യൂണിറ്റിക്ക് വേണ്ടി എല്ലാം വീട്ടത്. അപ്പം അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പഠിക്കത്തുള്ളൂ. ക്വിസ് കോമ്പറ്റീഷൻ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മളൊരു ചെറിയ ചരിത്രം പോലെ എഴുതിയിട്ട് അത് നേരത്തെ അയച്ചു കൊടുത്ത് എന്നിട്ട് 100% പോകണേ 100% നമ്മളെ കെട്ടി വന്നവരെല്ലാം ചരിത്രം പഠിക്കും. കൊണ്ട് ഒരു ഗോൾഡ് കോയിൻ, ഒരു പാച്ചാറമ്പിൽ ജ്വല്ലറി അല്ല എവിടെയെങ്കിലും ഒരു ഗോൾഡ് കോയിൻ ഒരു ഗ്രാമിൻ്റെ കൊടുക്കുന്ന ആരെങ്കിലും സ്പോൺസർ ചെയ്യിപ്പിച്ചാൽ അത് മാത്രം മതി. നമ്മുടെ എല്ലാവരും ചരിത്രം പഠിക്കും. അത് ഒറ്റ ദിവസം കൊണ്ട് ചരിത്രം പഠില്ല. എവിടെ നിന്നൊക്കെ കെട്ടി ഏതൊക്കെ വീട് ആരൊക്കെയാണ് അതൊക്കെ എല്ലാം കൃത്യം പഠിക്കും. ഒരു ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞാൽ ലേഡീസ് മൊത്തം പഠിച്ചിരിക്കും. 3 ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞാൽ അത് 3. അതും ഈ 100-ാം മംഗലപ്പള്ളി കുടുംബത്തിൻ്റെ 100-ാം വാർഷികം ഓൺലൈൻ ആയിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്താം. അങ്ങനെ നടത്തിയത് ഇപ്പം നമ്മുടെ അതുകൊണ്ട് തന്നെ അഭിനന്ദിക്കുന്ന വാച്ചാവിൽ അവിടെ ഗൾഫ് കുടുംബം നടത്തിയപ്പം നമ്മുടെ മംഗലപ്പള്ളി വക്കച്ചായൻ്റെ മകൻ ഡോക്ടർ മാത്യു ആണ്. അന്നും ഈ ക്വിസ് കോമ്പറ്റീഷൻ വളരെ ഭംഗിയായിട്ട് അവതരിക്കുന്ന മിടുക്കനാണ് ഇദ്ദേഹം. ഇപ്പം ഇവിടെ തമ്പോള നടത്തിയതും നല്ല ഇതായിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അതിനു മുമ്പ് അത് ഭംഗിയായിട്ട് നടത്തി. പക്ഷേ മറ്റേ ആ 2 പരിപാടി ഫ്ലോപ്പായി പോയി. ഒരു പരിപാടി പിന്നെ ഞാൻ അതും പോയി. മറ്റതും അത് ഒരു സ്ഥലത്ത് നടക്കാത്ത അത് ഇതായിപ്പോയി. അതായത് ആ പാൻസിൽ പിടിക്കുന്ന ആൾ ഔട്ടാണ്ടത്. ഇത് അങ്ങനെ ഇങ്ങനെ ഇതാരാ ഇതിൻ്റെ അതൊന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ സമയം കളഞ്ഞല്ലാതെ അതിനകത്ത് പിന്നെ ഒരു സമ്മാനമല്ല 3 സമ്മാനം കൊടുക്കണം. പിന്നെ കുട്ടികളെ മേടിച്ച് വളരെ തെറ്റാണ്. കുട്ടികൾക്ക് വേണ്ടി കസരകളി കൊടുക്കണം. പിന്നെ തമ്പോലയ്ക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ബക്കച്ചാനോട് പറഞ്ഞാണ് തമ്പോലയ്ക്ക് ഒരു കുട്ടിക്ക് 1 വെച്ച് കൊടുക്കാവുള്ളൂ. അല്ലാതെ ആ 3 കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ തമ്പോള നടത്തിയുടെ ഒരിക്കലും ചോദിക്കാൻ പറ്റുന്നില്ല. തമ്പോള നടത്തിയ എൽവിസ് ചേട്ടൻ്റെ മാൾക്ക് തന്നെ സമ്മാനം കൊടുക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ അത് ശരിയായ നടപടിയല്ലത്. പിന്നെ ഇത് തീർന്നുപോയി. അത് ഞാൻ എറണാകുളം എനിക്ക് സമ്മാനം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനത് മാറ്റി അവർക്ക് ആ പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു. തമ്പോള കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞത് പിള്ളേർക്ക് പ്രോത്സാഹനം വേണ്ട, ഈ സമ്മാനം പിള്ളേർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. എൽവിസ് ചേട്ടൻ അത് എൻ്റെ മോൾക്കാണ്. അത് ഒരിക്കലും അത് പുള്ളിയെ നടത്തിയ സ്ഥിതിക്ക് എൻ്റെ മോൾക്ക് വേണ്ട, അടുത്ത ഇത് കൊടുക്കുക. അങ്ങനെ കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. അപ്പോൾ അത് പിന്നെ ഞാൻ പറയുകയാണ്, ഇപ്പം 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ എന്തോ ബാധ്യതയുണ്ടെന്നൊക്കെ അറിയുന്നു. അത് ഓൺലൈൻ മീറ്റിംഗ് നടത്തട്ടെ. ഓൺലൈൻ മീറ്റിംഗ് വരാത്തവരൊക്കെ ഈ എൻ്റെ വീട്ടിലെ 5 പെങ്ങന്മാരുണ്ടല്ലോ, അസോസിയേറ്റ് മെമ്പേഴ്സും കാശ് വെക്കണമെന്നാണ്. കാരണം നമ്മുടെ വീതമൊക്കെ അവരും പറ്റുന്നുണ്ട്. എൻ്റെ അപ്പൻ്റെ വീതം അവരും അതുകൊണ്ട് അസോസിയേറ്റ് മെമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാം
വാച്ചാർമിൻ്റെ ആനുകൂല്യം പറ്റിയവരാണ് ഇവരെല്ലാം വാച്ചാർമിൽ കുടുംബയോഗത്തിൻ്റെ സ്റ്റേജിൽ ഡാൻസ് കളിച്ചവരാണ് എൻ്റെ 5 പെങ്ങന്മാരല്ല. പിന്നെ അതോടൊപ്പം ചേട്ടന്മാരും എല്ലാം കൂടി ചേട്ടത്തിമാരും എല്ലാം വരാത്തവരുടെ എല്ലാം 500 രൂപ വെച്ച് മേടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഫണ്ട് ഒപ്പിക്കാൻ പറ്റും. പിന്നെ പാട്ടത്തിൽ ഞാൻ പറഞ്ഞ കുരിച്ചിട്ടപ്പൻ 3 പേര്, അത് വക്കച്ചാനെ ഞാൻ അംഗീകരിക്കുന്നു. അത് ഞാനും അതിനകത്ത് റോയിപ്പച്ചേട്ടൻ്റെ സഹോദരങ്ങൾ, റോയിപ്പച്ചേട്ടൻ അമ്മ മരിച്ചപ്പം തൊട്ട് റോയിപ്പച്ചേട്ടൻ എല്ലായിടത്തും വരുന്നുണ്ട്. അതിന് മുമ്പേ പാട്ടം വീട്ടിൽ മാത്രമേ റോയിപ്പച്ചേട്ടൻ അമ്മയെ വരത്തുള്ളായിരുന്നു. പിന്നെ കുഞ്ചർച്ചാനും ജോസ് ചേട്ടനും ഫ്രാൻസിസ് ചേട്ടനും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് 49 വർഷം കഴിയുമ്പോൾ 50-ാം വർഷം വന്നൊരു സന്തോഷമുണ്ട്. പിന്നെ ആ റോയിപ്പൻ്റെ വീട്ടിൽ കുഞ്ചർച്ചാൻ്റെ വീടിന് മുന്നിൽ ഒരു വാച്ചാർമ വെക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. അത് നമുക്ക് അവർ ആൽമാർത്ത ഈ വന്നതേ ആൽമാർത്തുണ്ടെങ്കിൽ കുഞ്ചർച്ചാൻ ആണ് ഇപ്പോൾ തടസ്സമാണ് നിൽക്കുന്നത്. അപ്പോൾ വാച്ചാർമിൽ പാട്ടത്തിന് വെക്കുവാണെങ്കിൽ നന്നായിരുന്നു. എൻ്റെ വീട്ടിലാണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. ഞാനാണ് ഇവിടെ ബ്രാസിൽ വാച്ചാർമിൽ പാട്ടത്തിന് എഴുതി വെച്ചത്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, വളരെ ഇപ്പം എന്നോട് കാണിച്ച ഈ ക്രൂരത, ഞാൻ ഒരു മനുഷ്യജീവനോട് അത്രമാത്രം ഞാൻ പറഞ്ഞില്ല, ഞാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു. കാരണം ഓർത്ത് നോക്കി, ഒരു നിസാര കാര്യത്തിൽ എനിക്കിപ്പം എല്ലാ രീതിയിലും നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിച്ച് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിസാരമായി KCBയിൽ അടയ്ക്കാൻ പറ്റുന്നില്ല, BSNL അടയ്ക്കാൻ പറ്റുന്നില്ല, കോമഡി അടയ്ക്കാൻ പറ്റുന്നില്ല, മെഡിസിൻ അടയ്ക്കാൻ പറ്റുന്നില്ല, അടുത്തുള്ള പലരിക്കട അടയ്ക്കാൻ പറ്റുന്നില്ല. വളരെ തെറ്റല്ലേ അവർ കാണിക്കുന്നത്, മനസ്സിലായോ? ഈ കുന്നത്ത് ഞാൻ പറഞ്ഞ തെക്കമാളക്കൽ അവിടെ ഒരു വ്യക്തി അപ്പം 5 ലക്ഷം രൂപ മേടിച്ചു. ആ ഒരു എത്ര പേരുണ്ട്, കോടീശന്മാർ ലക്ഷങ്ങൾ കൊടുക്കുന്നല്ല നമ്മളെ ബന്ധപ്പെട്ട്. ഒരു ഫോൺ കോൾ മുതൽ ഒരു വാട്സപ്പ് മെസ്സേജ് ഇല്ല. എന്തുകൊണ്ട് വാച്ചാർമിൽ എന്നെ ഉൾപ്പെടുത്തുന്നില്ല? വാച്ചാർമിൽ ഞാൻ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പാണ്, ഞാൻ ഗൾഫിൽ വെച്ച് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പാണ്, എന്തുകൊണ്ട് എന്നെ ഉൾപ്പെടുത്തുന്നില്ല? അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്താൻ മനസ്സിലാത്തവർ തന്നെ എന്താണ് ഇവരെന്താണ് ഈ അഡ്മിൻകാർ സംഭാവന ചെയ്തിരിക്കുന്നത്? ഈ അഡ്മിൻകാർ എന്താണ് ഇവർ വല്ലതും ഉണ്ടോ? ആ ജോസഫ് പൂട്ടി എൻ്റെ അമ്മയുടെ മോനാണ് ജോസഫ് പൂട്ടി, നമ്മുടെ ഔസപ്പച്ചൻ തുരുത്തി ബാംഗ്ലൂർ. എന്താണ് അതേ ആ ഒരു പരിപാടി നടത്തിയത്? പുള്ളിക്ക് എന്തെങ്കിലും യാതൊരു വിവരവും ബോധമുണ്ടോ? പിള്ളേർ സൂര്യ ഡോക്ടർ ആഗ്നസമ്മ ഇപ്പോഴും പ്രാർത്ഥിച്ചോ നാണമില്ല പറയാൻ. നിങ്ങൾക്ക് വിവരം ബോധമുണ്ടോ? ഇപ്പോഴും പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ BSNL പുള്ളിയുടെ അമ്മയുടെ പേരിലാണ് BSNL അടയ്ക്കാൻ കിടക്കുന്നത്. നമ്മുടെ BSNL KCB അത് ഉദ്യോഗസ്ഥൻ കണ്ടപ്പോൾ പുള്ളി വരെ പ്രാർത്ഥിച്ചോ നാണമില്ല നിങ്ങൾക്ക് പറയാൻ. എനിക്ക് നിങ്ങൾ ഈ അനുഭവിക്കുന്ന സ്വത്ത് മൊത്തം ആടെയാ. നിങ്ങൾ ഈടപ്പാടിക്കാർ മൊത്തം അനുഭവിക്കുന്ന സ്വത്ത് ആടെയാണ്. ചാമ്പക്കുളത്തെ 25 ഏക്കർ ആടെയാണ്, തുരുത്തിലുള്ള 35 ഏക്കറാണ്. നിങ്ങൾ മാലൂർ ഇവിടെ 4-5 വർഷം താമസം എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാൻ നിങ്ങൾ പറ്റത്തില്ല. മാലൂർ കുടുംബത്തെ എന്നിട്ട് ഈ ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കേണ്ടതെല്ലാം സിസിലെ ഈ രീതിയിലാക്കി വഷളാക്കിയതിൻ്റെ മെയിൻ ഉത്തരവാദി ആൻസി ചേച്ചിക്കാണ്. പിന്നെ ജോണച്ചനെ സിസിലിയെ വലിയ തമ്പുരാട്ടിയാക്കി മാറ്റി. ഞാൻ പറഞ്ഞില്ലേ, പെണ്ണാണ് ഒരു വീട് നന്നാക്കുക. പെണ്ണ് വിചാരിച്ചാൽ മാത്രമേ വീട് നന്നാകത്തുള്ളൂ, സമൂഹം നന്നാകത്തുള്ളൂ, രാജ്യവും ലോകവും നന്നാകത്തുള്ളൂ. മനസ്സിലായോ? അപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം പ്രശ്നം ഉണ്ടാക്കിയത് പെണ്ണാണ്, സിസിലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവളാണ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വീട്ടിലിരിക്കുമ്പോൾ ഞാനറിയാതെ ഈഴപ്പാടി കുഞ്ഞമ്മച്ചേട്ടനെ കൂട്ടി പിടിച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞ വസ്തു എഴുതി മേടിച്ചത്. മനസ്സിലായോ? ഈ ഡൈവോഴ്സിന് സെറ്റിൽമെൻറ്റ് കൊടുക്കുന്നത് മറ്റൊന്ന് ഡൽഹി കൊടുത്തപ്പോൾ 1 ലക്ഷം വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ എത്ര നാളേക്ക് കാശ് തരുന്നില്ല? ഞാൻ ഈ ബാങ്കിലെ 3 ക്രെഡിറ്റ് കാർഡൊക്കെ ബാങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ അടുത്ത കാലത്തും ലോൺ കിട്ടത്തില്ല. ആ രീതിയിലാക്കി കളഞ്ഞു. അപ്പോൾ എന്നെ എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പം എന്നിട്ട് ശരിയായ നടപടിയാണോ? അപ്പം കുടുംബക്കാർ മനസ്സിലാക്കുക, ഞാൻ ഇപ്പോൾ വാച്ചാമ്മേനെ കുടുംബയോഗത്തിൽ പങ്കെടുത്തു. കുടുംബയോഗത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സത്യമായിരുന്നു വക്കച്ചാൻ്റെ ബുദ്ധിപൂർവമായ ഇടപെടൽ കാരണമാണ് ഞാനത് പങ്കെടുത്ത് ഞാനത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാലും വക്കച്ചാനോട് പറയുകയും ചെയ്തു. ഏതെങ്കിലും റോയിപ്പൻ ചേട്ടനോടും എല്ലാം പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്ലേ കാർഡും അവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള ഇതും, പിന്നെ പോലീസിന് SP കാർഡിന് വിളിച്ച് പറഞ്ഞാൽ പോലീസ് പറഞ്ഞാൽ അവിടെ ഇരിക്കുക പ്രതീക്ഷ. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. അനിഷ്ടമൊന്നും അവിടെ ഒന്നും ആരും എന്നെ തടസ്സപ്പെടുത്താനൊന്നുമില്ല. നമ്മൾ മാന്യമായിട്ട് പങ്കെടുത്തു. തമ്പോല ഞാൻ പറഞ്ഞു, എനിക്ക് ഭാഗ്യമുണ്ടെന്ന് ദൈവം തെളിയിച്ചു കഴിഞ്ഞു. എനിക്ക് എറണാകുളത്തും പണ്ട ഇത് കിട്ടിയതാണ്. എറണാകുളത്ത് കുടുംബത്തിൽ പോയപ്പോൾ അവിടെയും 10-100 പേരുണ്ട്. അതിനകത്ത് ഞാൻ ഭാഗ്യവാനായ തമ്പോല എനിക്ക് കിട്ടി. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ 10 ഉണ്ട്. അതിനകത്ത് എനിക്ക് ഭാഗ്യം തെളിഞ്ഞു, അതിൻ്റെ സംഭാവന കിട്ടി. അപ്പം പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ 500 രൂപ അടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഇത് മേടിച്ചില്ല. ഒരു അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞാൻ കുടുംബയോഗത്തിൻ്റെ വാച്ചാർമിൽ കുടുംബയോഗത്തിൻ്റെ അംഗമായ, നിലവിൽ ഗൾഫ് സെക്രട്ടറിയായ, മുൻ 6 വർഷം ജോയിൻറ്റ് സെക്രട്ടറിയായ ഞാൻ കാശടയ്ക്കാൻ വേണ്ടി മറ്റേ റോസ് മംഗലപ്പള്ളിയും അതോടൊപ്പം തന്നെ ചാക്കോച്ചൻ ഇടപ്പാടി ഉണ്ടായിരുന്നു.
അപ്പോൾ ചാക്കോച്ചൻ ഇടപാടി ഞാൻ 500 കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ എഴുതാൻ പറഞ്ഞപ്പം കുന്നത്തുശ്ശേരി ബാബു ചേട്ടൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. മനസ്സിലായോ? ഞാനെന്നാ ഇത് എനിക്ക് കൃത്യം മറുപടി പറയാൻ അറിഞ്ഞിട്ടില്ല. ഇത് വളരെ തെറ്റല്ല കാണിക്കുന്നത്. എന്നെ ഇത് മെമ്പർഷിപ്പ് മേടിച്ചില്ല. മനസ്സിലായോ? അപ്പോൾ തന്നെ വേണമെങ്കിൽ നല്ല വർത്തമാനം. പക്ഷേ ഞാനത് പിന്നെ പോട്ടെ, അപ്പോൾ തന്നെ നമ്മൾ അപമാനിതരായി. മെമ്പർഷിപ്പ് മേടിച്ചില്ല. ഞാൻ ഇന്ന് ജാരസന്ധിയുടെ മോനാണോ പറയാം. അപ്പം നമ്മുടെ അത് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇങ്ങനെയൊക്കെയാണോ? ഞാൻ 500 രൂപ മേടിക്കാനുള്ളത് വേണം, എനിക്ക് ആരുടെയും അതിൻ്റെ ആവശ്യമുള്ള കാര്യമില്ല. മനസ്സിലായോ? പേഴ്സണായിട്ട് അല്ലെങ്കിൽ ഇവരാരെങ്കിലും പേഴ്സണായിട്ട് കടം തരുന്നുണ്ടോ? ഞാൻ വേറെ ഒന്നും കുന്നത്തേരെ പറയുകയാണെങ്കിൽ വേറെ ഒത്തിരി പറയേണ്ടി വരും. കാരണം കുന്നത്തേരി ചിറ്റപ്പൻ എൻ്റെ വീട്ടിൽ കാണിച്ച ഇതും ആ കാരണമാണ് എൻ്റെ അപ്പനെ കേസ് കുടുക്കിയതും. ആ കേസ് കാരണം എൻ്റെ ജീവിതം പോയി. എൻ്റെ പെങ്ങമ്മയുടെ കല്യാണം ഇവിടെ വന്നു, അച്ഛൻ സ്ട്രോക്ക് വന്നതും ഒരു അതൊക്കെ ഒത്തിരി പറയേണ്ടി വരും. ഞാനത് പറഞ്ഞു കൊടുത്തു. അവർക്കൊന്നും അത് അറിയത്തില്ല. കുന്നത്തേരി ചിറ്റപ്പൻ എൻ്റെ ഈ മാളയ്ക്ക കുടുംബം കൂടാൻ വേണ്ടി പോയ മാളയ്ക്ക കുടുംബവും തകർത്തതിൻ്റെ പിന്നിലും കുന്നത്തേരി കുട്ടപ്പനാണ്. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാശി കാരണമാണ് വായിച്ചത്. ഇപ്പം പാട്ടക്കാർ ഇതുവരെ വന്നിട്ടുള്ളൂ. പഴയ അവറാച്ചം വന്നിട്ടുണ്ടോ? പാലക്കുഴി വേവിച്ചം വന്നിട്ടുണ്ടോ? 10 ആനപ്പം വന്നിട്ടുണ്ടോ? എന്താ ഇവർ വരാത്തത്? അപ്പോൾ അവരെല്ലാം കോർഡിനേറ്റീവാണ്. ഇത് 100% വിജയമാണ് ഞാൻ പറയാമെന്ന്. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നു എന്താ വരാഞ്ഞത്? അവർ ആരോപണവിധേയരാണ്, അവർ തെറ്റുകാരാണ്. ഞാൻ 100% ഞാൻ നേരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഞാൻ ഒരിക്കലും കള്ളത്തരം പറയില്ല. 100% ഞാൻ പറയാണ്. പക്ഷേ എതിരാളിയുടെ ശക്തമാണ്. പണഞ്ഞവരിലൂടെ വന്ന സാമ്പത്തികം ഉണ്ടാക്കിയാൽ പിന്നെ വരുന്ന അവരെ സംബന്ധിച്ച് എൻ്റെ സാമീപ്യം അവർക്ക് അവരുടെ ഇതായിട്ട് പോകും. അവർക്ക് ഇവിടെ സ്ഥാനം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറയാം. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ നല്ലവരായ കുടുംബക്കാർ എന്നെ സഹായിക്കുക. കാരണം എൻ്റെ പെങ്ങടം അവിടെ നിന്ന് ഭാഗത്തുനിന്ന് എനിക്ക് നീതി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അത്രമാത്രം നാരോ മൈൻഡാണ്. അപ്പോൾ നല്ലവരായ കുടുംബക്കാർ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പം ഈ 10 ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഞാൻ എൻ്റെ കണ്ടം 3 മുക്കലേക്ക് കണ്ടമുണ്ട്. ആ കണ്ടം പ്ലെഡ്ജ് തരാം. വേണമെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു 3 ഏക്കർ വിൽക്കാൻ വരെ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല. ഇത് അവർ ആ കേസ് കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതി അവർ കൊടുത്തിരിക്കുന്നത് അത് കേസ് എനിക്ക് അതിനുള്ള വിധി വരണം. അത് കാരണം വിധി വരേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ ഭാര്യ നാളെ ആരെയും കെട്ടിയ ഭാര്യയും വെക്കുക, അത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റുന്നതല്ല. എനിക്ക് ഇഷ്യൂ ഉള്ളതാണ്, ഗാർഡിയൻഷിപ്പ് ആവശ്യമുള്ളത് ഹൈക്കോടതി പറയട്ടെ. അത് ഇവനെ അവിടെ സുപ്രീം ഞാനതിനും പോകാൻ തയ്യാറാണ്. അവർ ഒരിക്കലും എനിക്കതിനുള്ള വിധി വരത്തുള്ളത് കൺഫേമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പാർട്ടി സൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് അവരാണ്, ഞാനല്ല. അപ്പോൾ ഈ പ്രശ്നക്കാരെല്ലാം ഉണ്ടാക്കി അവരാ. അപ്പോൾ അതും അവർ കോടതി വഴി പോട്ടെ. അപ്പോൾ അതും ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം എൻ്റെ വലിപ്പം കിട്ടുക. ഞാനിപ്പോൾ ഒരു ഓഫീസ് തുടങ്ങി, ഞാൻ പറഞ്ഞ പള്ളിയിലെ മുറി എടുത്തോളാം, ഇവിടെ ഞാനിപ്പം വേറെ രീതി എടുത്തോളാം. അപ്പം നിങ്ങൾ കുടുംബക്കാരെന്നെ സഹായിക്കുക. എനിക്ക് ഈ 10 ലക്ഷം രൂപ കടമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റിപ്പം വേറെ ഒരു ലോൺ കിട്ടത്തില്ല. അപ്പം അതിനുള്ള ഒരു എൻ്റെ കണ്ടം വിലക്കാണ് എടുക്കുക, അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലായിട്ട് തരിക. ഞാൻ അതിനുള്ള പ്രോമിസ് നോട്ടും ആവശ്യമായ ഡോക്യുമെൻ്റാണ്. എനിക്ക് എൻ്റെ സർവീസ് കൊണ്ട് ബിസിനസ്സാണ്, അല്ല വലിയ ഇൻവെസ്റ്റ് ഒന്നും വേണ്ട. എനിക്കൊന്ന് മാന്യമായിട്ട് എനിക്ക് ഒരു 3 മാസം ജോലി 100% 3 മാസം 6 മാസം തൊട്ട് എനിക്ക് അത് ക്ലിക്കാൻ പറ്റും, 100% വിജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് എനിക്ക് എന്നെ തന്നെ തിരക്കി കല്യാണം ആലോചന വരും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നല്ലവരായ കുടുംബക്കാർ നിങ്ങൾ ദേവിയെ തന്നെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് മനസ്സിലാക്കുക. ഞാനൊരു പ്രശ്നക്കാരനല്ല, ഞാനൊരു സമാധാനപ്രിയനാണ്. നമ്മുടെ യൂണിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞ എന്നെ മാനസികമായി മുറിവേൽപ്പിച്ചപ്പോൾ എറണാകുളം കുടുംബത്തിൽ എന്നെ തടസ്സപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഞാൻ ചില അപ്രിയ സത്യങ്ങൾ മംഗലപ്പള്ളി ഉൾപ്പെടെ വളരെക്കുറിച്ച് എനിക്ക് തുറന്ന് പറയേണ്ട വന്നത്. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം, നമ്മുടെ കുടുംബം വേറെ ഔട്ട്സൈഡൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ മംഗലപ്പള്ളിയാണോ പഴയവർമാണോ പാട്ടമാണോ മാലൂരാണോ അതൊന്നുമല്ല. നമ്മൾ അത് ജനങ്ങൾക്കെല്ലാം അറിയാം. ഓരോരുത്തരുടെ വില ഓരോരുത്തരുടെ നമ്മുടെ വ്യക്തിത്വമാണ് വയ്ക്കുന്നത്. നമ്മുടെ പഴയ ഹിസ്റ്ററിയൊക്കെ പോട്ടെ, ആര് വലിയ നന്നായിട്ട് ആര് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ നന്മപ്പോൾ അത് എല്ലാവർക്കും അറിയാണ്ടിരിക്കൊക്കെ. പണ്ടെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് നമുക്ക് സ്നേഹത്തോടെ സമാധാനത്തോടെ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെൻ്റാണ് ഉണ്ടാവുക. അതിനുള്ള അല്ലാതെ ഞാൻ ഡിവൈഡ് ആൻഡ് റൂളല്ല, ഞാൻ യൂണിറ്റി ആൻഡ് റൂൾ എന്നുള്ള രീതിയിലാണ്. ഞാൻ വലിയ മനുഷ്യനോ വലിയ ഒന്നുമല്ല, എളിവൻ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ബിസിനസ്സും സർവീസോട് ബിസിനസ്സാണ്. എല്ലാവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. അതിനകത്തൊന്ന് ഇവൻ മാനവനാണ്.
നിങ്ങളുടെ എല്ലാവരുടെയും വിവാഹം, അത് ഞാൻ ആ ഡോണിച്ചേട്ടനോ പറഞ്ഞില്ല, നമ്മുടെ പാട്ടത്തിലെ ഡോണിച്ചേട്ടൻ നല്ല കേറ്ററിംഗ് ആണ്. അപ്പോൾ അതുമായിട്ട് ടൈപ്പായിട്ട് ഞാൻ 5-6 വർഷം മുമ്പ് പറഞ്ഞതാണ്, ഇതുവരെ നടപ്പിലാകാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ പുളുകുന്നിലെ വർക്ക് നമുക്ക് കിട്ടുക, നമ്മുടെ ബന്ധുക്കളുടെ വർക്ക് കിട്ടുക, അങ്ങനെ ഒരു നല്ലൊരു ഇതേ. പിന്നെ ബാക്കി കല്യാണം മറ്റേ ഫ്ലവർ മറ്റേ അങ്ങനെ വയ്ക്കുന്നു. പിന്നെ മരണം, കാരണം മരണം എല്ലാവരും നമ്മൾ പങ്കെടുക്കേണ്ടതാണ്. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, കാരണം എല്ലാ മരണത്തിൻ്റെതായ ഓരോ പാളിച്ച ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്യാനും പിന്നെ ഓരോരോ സൈഡ് അതിൻ്റെ സർവീസ് കൊണ്ട് ബിസിനസ്സൊക്കെയാണ് മറ്റെല്ലാം. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ ജീവിക്കാനും എനിക്ക് അതിനുള്ള ഒരു നിസ്സാരമായി 10 ലക്ഷം രൂപ കടം കാണാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാവുന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കടം വീട്ടി വീട്ടണം. അതൊന്നെങ്കിൽ എൻ്റെ ആരെങ്കിലും കണ്ടം ഏറ്റെടുത്താലും മതി, കുഴപ്പമില്ല. എനിക്ക് 3 ഏക്കർ കണ്ടം. അല്ല ഇപ്പം ഇവരിപ്പം കേസും ഇതൊക്കെയാണ് അങ്ങ് പൊക്കോട്ടെന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം അവിടെ കാരണം അനന്തര പിതാവ് വരെ വിളിച്ചിട്ട് ആ അമ്മയോട് പറഞ്ഞാണ്, നിങ്ങളെല്ലാം കൂടി ഒരു വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളുടെ ഡിമാൻഡൊക്കെ പറയുക, എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൂടി തീരുമാനിക്കാം. എന്നിട്ട് നമ്മളിപ്പം ഇവിടെ ഒരു ഐക്യമില്ലാത്തതുകൊണ്ടാണ് അനന്തര പിതാവിൻ്റെ അടുത്ത് പോയത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയാണ്, അപ്പം അങ്ങനെ ഒരു തീരുന്ന ഘട്ടം വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അനന്തര പിതാവ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുക, അവരുടെ കാര്യങ്ങൾ പറയാം, എന്നിട്ട് പുള്ളിയൊരു തീരുമാനം പറയട്ടെ, അത് അംഗീകരിക്കാം. ഇതപ്പം ഇപ്പോൾ ഇവർ പറയാണ്, പെങ്ങളും അവർ അമ്മയോടെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു, നമുക്ക് അനന്തര പിതാവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. ഞാനിപ്പം 2.5 വർഷമായിട്ട് തെണ്ടിയാട്ടിങ്ങനെ നടക്കുക ലോകമൊത്തും, മനസ്സിലായോ? അപ്പോൾ അവിടെ ആലപ്പുഴ സത്യാരം ഇരുന്നുകൊണ്ട് കുറച്ച് കാശ് കിട്ടിയുണ്ട്, അങ്ങനെ കുറച്ചാൾ ജീവിച്ചു, മനസ്സിലായി. അപ്പോൾ അതിന് കണക്കിൽപ്പെടുത്തണം, മറ്റേ കണക്ക് അതിപ്പോൾ അതിൻ്റെ അതെല്ലാം അങ്ങോട്ട് വരിക. അപ്പം എന്നെ ഇങ്ങനെ അപമാനിക്കുന്ന വളരെ ദ്രോഹം കാണിക്കുന്നത്. ഞാനൊരു വ്യക്തി, നമ്മുടെ കുടുംബത്തിൻ്റെ വ്യക്തി, ആ വ്യക്തിയോട് ഞാൻ വിളിച്ച് ചോദിച്ചു. പുള്ളിക്കൂടെ വലിയ വണ്ടിയും വലിയ സമ്പന്നനായ വ്യക്തിയാണ്. ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, എൻ്റെ ചേട്ടാ ഒരു കുറച്ച് കാശ് നമുക്ക് പുള്ളി ടൈറ്റാണെന്ന് പറയുന്നത്. പുള്ളി ഇപ്പം വലിയ വേൾഡ് ടൂറിന് പോയിരിക്കുകയാണ്, ആരാന്ന് മനസ്സിലായി കാണുമല്ലോ. എന്ത് കഷ്ടമാണെന്ന് ഓർക്കണേ. നമ്മുടെ കുടുംബത്തിലൊരു ഓഡീഷനോടെ ഞാൻ ചോദിച്ചത്. അങ്ങനെ പുള്ളി വക്കച്ചാനല്ലേ കേട്ടോ, വക്കച്ചാനും ടൈറ്റാണ് പറയുന്നത്, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അതൊന്നും പറയുന്നില്ല. അപ്പം ദൈവം ചെയ്ത് വക്കച്ചാൻ എന്നെ ഒരു മകനായിട്ട് സ്വീകരിച്ച്, വക്കച്ചാൻ്റെ ഒരു 4ാമത്തെ മകനായിട്ട് സ്വീകരിച്ച്, അങ്ങനെ ഒരു സ്വീകരിക്കാൻ വേണ്ടിയുള്ള മനസ്സുണ്ടാകണം. വക്കച്ചാൻ ഒറ്റയ്ക്ക് തീരുന്ന കഷ്ടമല്ല ഇത്, അത് വക്കച്ചാൻ മനസ്സിലാക്കുക. വക്കച്ചാൻ എല്ലാവരും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാനിത് വലിയ ആളാണെന്ന് പോലെ നമ്മുടെ കുടുംബക്കാരുടെ അടുത്ത് ഒരു ഇത് കേട്ട് അത് തീർക്കുക. ഗൂഗിൾ മീറ്റ് നടത്തേണ്ട കാര്യമേ ഉള്ളൂ. ഗൂഗിൾ മീറ്റിംഗ് നടത്തി എല്ലാവരും കൂടി 8 പേര് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടംകാർ. സിസിലിയുടെ കല്യാണം നടത്ത് നമ്മുടെ ബേബിയെ പാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട ആരെയെല്ലാം ഉൾപ്പെടുത്തണം. അല്ല 1-2 ഭാരവാഹികൾ മാത്രമല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട അവരെല്ലാവരും അറിയണം. കാരണം ഞാനിപ്പോൾ ഒരു മോശക്കാരൻ, എല്ലാവരും ഇപ്പോൾ നെറ്റ് ന്യൂസാണ് വന്നിരിക്കുന്നത്, നെറ്റ് വാച്ചാണ്. ഇത് വന്ന് കൂടെ തീർന്നിട്ട് എന്ത് തീരുമാനം എടുത്താൽ ഞാനത് തീരുമാനം എടുക്കാൻ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അത് പിന്നെ കർദിനാളെ നമ്മുടെ ആലഞ്ചേരി അല്ലെങ്കിൽ റാഫേൽ, ആലഞ്ചേരിയാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ റാഫേൽ പുള്ളിക്ക് തിരക്കും ഇതാണ്, അദ്ദേഹത്തിന് ബേസിക് കൊണ്ടൊന്നും ഇപ്പോൾ ഇദ്ദേഹത്തിന് മൊത്തം അറിയാം എല്ലാവരെക്കുറിച്ചും. മറ്റേ പുള്ളിയൊക്കെ നമ്മുടെ കുടുംബക്കാരെ കുറിച്ചൊന്നും അറിയില്ല, പുള്ളി എന്നോട് പറഞ്ഞു. അപ്പം മറ്റേ റാഫേൽ അദ്ദേഹമൊന്നും അങ്ങനെ ഇടപെടുത്തില്ല. അവസാനം എല്ലാം നമ്മൾ അന്തസ്സ് കീപ്പ് ചെയ്യണം, നമ്മൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നമ്മുടെ ഇപ്പോൾ കുടുംബത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ന്യൂസ് വഴിയാണ് എല്ലാവരും അറിഞ്ഞത്. മാലൂർ ന്യൂസ് കൂട്ടാണ് നമ്മുടെ ആലഞ്ചേരി പിതാവും തറയമത്രാണ് ഇവിടെ വന്ന കാര്യം സോഷ്യൽ മീഡിയ മൊത്തം ഇട്ടത്. ഞാൻ മാലൂർ ന്യൂസ് കൂട്ടാണെന്നുള്ളൊരു ചാനലുണ്ടാക്കി, അതുവഴി ഇട്ടുകൊണ്ടാണ്. ഒരു മനുഷ്യൻ നെഗറ്റീവ് ഇടത്തില്ല, എല്ലാവരും കണ്ട് അസൂയപ്പെട്ട് നിൽക്കുകയാണ്. ഞാനത് പോസിറ്റീവ് ന്യൂസായി മാറ്റി. അതുകൊണ്ട് നല്ലവരായ എല്ലാ കുടുംബക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു മനസ്സ് വെച്ച് അത് ചെയ്യല്ല, അതിനകത്ത് അമിത ബുദ്ധി കാണിച്ച് എന്നെ ഇനി ഉപദ്രവിക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ. നമസ്കാരം.